ഇന്ന് ഈവനിങ് ആയപ്പോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ദേ കാർ പോർച്ചിന്റെ മേലെ ഉണ്ടല്ലോ നോക്കിയപ്പോ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് വല്ലാണ്ട് വാടി കുറെ കിടക്കാണ് ട്ടോ. കാലായിട്ട് ഞാൻ തൂക്കിയിട്ടത് ഏകദേശം ഒരു 4, 5 വർഷമായിട്ട് ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാൻ തൂക്കൽ പതിവാണ് പക്ഷെ ട്ടോ. കുറച്ച് കാലായിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെ പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടാലും അത് പിടിക്കൂല ട്ടോ. ഇതിങ്ങനെ മൊത്തത്തിൽ വാടിപ്പോകും. കാരണം കിളികൾ ഇങ്ങനെ കൂട് കൂട്ടാറ് പതിവാണ്. അതുകൊണ്ടാണ്. അങ്ങനെ അതിൽ ഒരു പോട്ട് എടുത്ത് നോക്കിയപ്പോൾ യാദൃശ്ചികമായിട്ട് അതിലൊരു കിളിക്കൂടും അതുപോലെ തന്നെ 4 മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു ട്ടോ. പക്ഷെ ആ മുട്ടയ്ക്കൊന്നും ജീവനില്ല. അതായത് അതിന്റെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ല ട്ടോ. അത് വല്ലാണ്ട് അതിന്റെ ഉള്ളൊക്കെ വറ്റി ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. എടുത്ത പാടെ തന്നെ ഒരു മുട്ട എന്റെ കയ്യിൽ നിന്ന് ചാടി പോയിട്ടുണ്ടായിരുന്നു. ബാക്കി 3 മുട്ടകൾ അതിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ട്ടോ. പക്ഷെ അതിൽ നിന്ന് ഇനി കുഞ്ഞുങ്ങളൊന്നും വിടരുത്. എനിക്കത് കണ്ടപ്പോൾ വല്ലാണ്ടായി പോയിട്ടോ. ഇതെന്താണ് തള്ളക്കിളി ഇങ്ങനെ മുട്ടയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ? ഇനി തള്ളക്കിളീനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാണോ എന്ന് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. ഏതായാലും ഫ്രീ ആയിട്ട് ഒരു കിളിക്കൂട് കിട്ടിയതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ആ പ്ലാന്റിൽ കൊണ്ടുവന്നൊന്ന് വെച്ചിട്ടുണ്ട് ട്ടോ. ആ പ്ലാന്റിൽ എക്സ്ട്രാ 2 കിളിക്കൂടും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ് ട്ടോ. അപ്പൊ ഇനി ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ പുറത്ത് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ട്ടോ. എനിക്കിവിടെ മണ്ണൊന്നും കുഴിച്ചെടുക്കാനില്ല. അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ കനാലിന്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മണ്ണുണ്ട്. അപ്പൊ അവിടുന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മണ്ണ് എടുക്കും ട്ടോ. അതിന്റെ ഇടയ്ക്ക് പഴംപൊരി ഉണ്ടാക്കി താന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ എന്നെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ട്ടോ അതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രൈ പാൻ നിങ്ങൾ കണ്ടത്. പിന്നെ ദേ എന്റെ റീസെറ്റ് ചെയ്യലാണ് കേട്ടോ പ്ലാന്റ്സ് ഒക്കെ. ദേ ഇതൊരു മണി പ്ലാന്റ് ആണ്. അപ്പൊ ഞാൻ ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വീടിന്റെ അകത്ത് വെച്ചതാണ് ട്ടോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ 2, 3 പീസ് എടുത്തുകൊണ്ട് വന്നതാണ്. ഈ പ്ലാന്റിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിന്റെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിലൊരു ഇങ്ങനെ പശ ഇളകുന്നതായിട്ട് കാണാം ട്ടോ. പിന്നെ വീടിന്റെ അകത്ത് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വാട്ടർ പ്ലാന്റ് ഒന്നും അല്ല. അതിന്റെ പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ട്ടോ. ഒരു പോട്ടിൽ ആ പശ ഇളകുന്ന പ്ലാന്റും മറ്റേ പോട്ടിൽ ഞാൻ മണി പ്ലാന്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ കുറച്ച് മണി പ്ലാന്റിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ട്ടോ. അങ്ങനെ ഈ പോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിന്റെ ഹുക്കേൽ ഓൾറെഡി നേരത്തെ ഞാൻ ഇത് ഊരിയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു ആ തൂക്കിയിടുന്ന സംഭവം ഉണ്ടല്ലോ അതിന്റെ പേരെന്താണോ എനിക്കറിയില്ല. അപ്പൊ അത് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ അത് ആ ഹുക്കേന്ന് ഊരി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. പിന്നെ ഈ ഹുക്കേലും ഒരു പോട്ട് ഉണ്ടായിരുന്നു ട്ടോ. അതിലെ പ്ലാന്റ്സ് ആണെങ്കിൽ മൊത്തത്തിൽ വാടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് ഒരു പ്ലാന്റും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഭയങ്കര ബുഷിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഈ മോഡൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാൻ വീടിന് ചുറ്റും പുറമൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ ഇത് കൊളുത്താൻ നേരത്തെ എനിക്ക് ഹൈറ്റ് കൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നില്ല ട്ടോ മക്കളെ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ ബൈ.